ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമുക്ക് വേണ്ടി പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് കാൽവരി കുരിശിൽ ബലിയായി മാറിയ നമ്മുടെ ഈശോയുടെ പീഡാസഹനത്തിൻ്റെ മരണത്തിൻ്റെ ഓർമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് നിറയുന്ന ദുഃഖവെള്ളിയുടെ ദിനം. ഈശോയുടെ തിരുസന്നിധിയിൽ ആ പീഡാസഹനങ്ങളോട് ചേർന്നിരുന്നു കൊണ്ട് നമുക്കും ധ്യാനിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം 7-ാം തിരുവചനം. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാ കോടതികളും ഒരു രാത്രി കയറിയിറങ്ങിക്കൊണ്ട് അവിടുന്ന് ആ കോടതികളിൽ നിന്ന് കേട്ട നിന്ദകൾക്കും അപമാനങ്ങൾക്കും എല്ലാം മുൻപിലും അവിടുന്ന് ഒന്നും മിണ്ടാതെ എല്ലാ സഹനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി കാൽവരി കുരിശിലേക്ക് യാത്രയാവുകയാണ്. അന്നാസിന്റെയും കയ്യാഫാസിന്റെയും ഹെറോദേസിന്റെയും പീലാത്തോസിന്റെയും സാൻഹെദ്രിൻ സംഘത്തിന്റെയും മുൻപിലെല്ലാം അവൻ വിചാരണ നേരിടേണ്ടി വന്നു. എത്രയേറെ അപമാനങ്ങൾ സഹിച്ചു, എത്രയേറെ പീഡനങ്ങൾ സഹിച്ചു. മുഖത്ത് തുപ്പുകയും ഒരുപാട് ചാട്ടവാറ് അടിയേൽക്കുകയും ശരീരമാകപ്പാടെ കീറി മുറിക്കപ്പെടുകയും ചെയ്തു. ഉഴവു ചാല് പോലെ കീറി മുറിക്കപ്പെട്ട ശരീരം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ പരിശുദ്ധ കുർബാനയിലും അവിടുന്ന് ഇത്രയേറെ നമുക്ക് വേണ്ടി സഹിക്കുമ്പോൾ, ഇത്രയേറെ പീഡാസഹനങ്ങൾ ഏറ്റെടുക്കുമ്പോൾ, അവിടുത്തെ തിരുമുറിവുകളോട് ചേർന്നിരുന്നുകൊണ്ട് നമുക്കും ഈ ദുഃഖവെള്ളിയിൽ അവിടുത്തെ പീഡാസഹനങ്ങളെ ഓർക്കാം. ആരോടും പരാതികളില്ലാതെ, ആരോടും പരിഭവങ്ങളില്ലാതെ, ലോകം മുഴുവനോടും ക്ഷമിച്ചുകൊണ്ട്, പിതാവേ ഇവരോട് ക്ഷമിക്കണമേ, ഞാനും ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞ ഈശോയുടെ ആ സ്നേഹം. പ്രിയമുള്ള സഹോദരങ്ങളെ, ദുഃഖവെള്ളി എന്ന് നാം ഈശോയുടെ പീഡാസഹനങ്ങളെ, മരണത്തെ ഓർത്തുകൊണ്ട് ദുഃഖത്തോടെ ആചരിക്കുന്ന ദിനം ഇംഗ്ലീഷിൽ ഗുഡ് ഫ്രൈഡേ എന്ന് പറയുകയാണ്. എന്തുകൊണ്ടായിരിക്കാം ഗുഡ് ഫ്രൈഡേ ആയി മാറിയത്? പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പാപങ്ങൾക്കെല്ലാം പരിഹാരമായിക്കൊണ്ട് നമ്മുടെ ജീവനെ രക്ഷിക്കാനായിട്ട് അവിടുന്ന് നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ പീഡാസഹനങ്ങൾ ഏറ്റെടുത്ത് മരിക്കുക. അതുകൊണ്ട് തന്നെ ആയിരിക്കാം പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ദിനം എന്ന് പറയുന്നത് ഗുഡ് ഫ്രൈഡേ ആയി മാറിയത്. ദൈവ കരുണയുടെ തിരുനാൾ. ദുഃഖവെള്ളി മുതൽ ദൈവകരുണയുടെ നൊവേന ചൊല്ലിക്കൊണ്ട് നമ്മൾ ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോ മരിച്ച ദുഃഖവെള്ളിയിൽ ദൈവകരുണയുടെ നൊവേന ആരംഭിക്കുമ്പോൾ തീർച്ചയായും ദൈവം തന്റെ കരുണ കാണിച്ചതാണ് അവിടുത്തെ പീഡാസഹനവും കുരിശുമരണവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിന്റെ കരുണയുടെ വാതിൽ തുറക്കപ്പെടുന്ന നിമിഷങ്ങൾ എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും. കാരണം ദൈവം കരുണ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? പൗലോസ്ലീഹ റോമയിലെ സഭയ്ക്ക് എഴുതിയ ലേഖനത്തിന്റെ 2-ാം അധ്യായം 4-ാം തിരുവചനം ഇങ്ങനെ പറയുന്നു: നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്ന് നീ അറിയുന്നില്ലേ? പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് തന്നെയാണ് ഇന്നേ ദിവസം ചിന്തിക്കേണ്ടത്. കാരണം ദൈവം നമ്മെ സ്നേഹിക്കുന്നു, ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി അവിടുന്ന് കാൽവരി കുരിശിൽ ബലിയാകുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നിമിഷം നമ്മൾ ഓർക്കേണ്ടത് ഗുഡ് ഫ്രൈഡേ എന്ന നല്ല വെള്ളി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിച്ച ആ നന്മയെ, ആ നല്ലതിനെ നമ്മൾ ഓർക്കുകയാണ് ചെയ്യേണ്ടത്. അതിന് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. ഈശോയോട് ചേർന്നിരുന്നുകൊണ്ട് ആ നല്ല വെള്ളി നമുക്ക് ആചരിക്കാം. കരുണയുള്ളവരായിരിക്കുവാനായിട്ട് ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36-ാം തിരുവചനം ഇങ്ങനെ പറയുന്നില്ലേ: എന്റെ പിതാവ് കരുണയുള്ളവരായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവകരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച്, ദൈവകരുണയുടെ തിരുനാളിനു വേണ്ടി ആഗ്രഹിച്ച് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലും പിതാവിനെ പോലെ കരുണയുള്ളവരായി മാറാൻ, കരുണ കാണിക്കുന്നവരായി മാറാനായിട്ട് നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം. ഈ ദുഃഖവെള്ളിയിൽ നമ്മൾ ആരംഭിക്കേണ്ടതും അങ്ങനെയാണ്. കരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട്, നമ്മുടെ സഹോദരങ്ങളോട്, ലോകം മുഴുവനോട് കരുണയുള്ളവരായി തീരാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം.
കരുണയുടെ വാതിലുകൾ നമുക്ക് മുമ്പിൽ തുറക്കപ്പെടുന്ന ഈ ദിനം ദൈവകരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കരുണയുടെ നൊവേന ചൊല്ലുവാനായിട്ട് ആരംഭിക്കാം. പ്രത്യേകിച്ച് 2026 ദൈവകരുണയുടെ തിരുനാളിൽ ഏപ്രിൽ 12 സഭ നമുക്ക് വേണ്ടി പൂർണ്ണ ദണ്ഡവിമോചനം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഈ ഒരു അവസരത്തിൽ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ ദണ്ഡവിമോചനം കൈക്കൊള്ളുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് പശ്ചാത്തപിച്ച് അനുതാപത്തിലൂടെ ദൈവകരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക. ഈ ദുഃഖവെള്ളി നമ്മൾ ആരംഭിക്കേണ്ടത് അങ്ങനെയാ. ദൈവകരുണയ്ക്ക് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി ഗുഡ് ഫ്രൈഡേ നൽകിയെങ്കിൽ ആ ഗുഡ് ഫ്രൈഡേ നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവ കരുണയ്ക്ക് വേണ്ടിയാണ്. ദൈവം കരുണയൊഴുക്കുന്നതിന് കൊണ്ടാണ്. ആ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് കരുണ ഉള്ളവരായി ജീവിക്കാൻ, പാപമോചനം നേടിക്കൊണ്ട് വിശുദ്ധിയിലായിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ. നമുക്ക് മറ്റുള്ളവരിലേക്ക് കരുണ വർഷിക്കാനായിട്ട്, കരുണ കൊടുക്കാനായിട്ട്, കരുണയുള്ളവരായി തീരാനായിട്ട് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഈ ദുഃഖവെള്ളി ഈശോയോട് ചേർന്നിരുന്നു കൊണ്ട് ദൈവകരുണയിലായിരിക്കാം. ദൈവകരുണയെക്കുറിച്ച് ധ്യാനിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.